തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വാർത്ത വലിയ വിവാദമായിരിക്കുകയാണ്. സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നതിനെ വീട്ടുകാരും ചില നാട്ടുകാരും ചോദ്യം ചെയ്യുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടെ ഭരണകൂടം പിന്മാറി. ഇന്ന് വീണ്ടും സമാധി പൊളിക്കാൻ എത്തുമെന്നാണ് സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നും അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയേക്കും. ഗോപൻ സ്വാമിയുടെ സമാധി ചർച്ചയാകുമ്പോൾ 11 വർഷം മുമ്പ് പഞ്ചാബിലുണ്ടായ മറ്റൊരു കേസും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. 11 വർഷം മുമ്പ് മരിച്ച ആത്മീയ നേതാവായ ദിവ്യജ്യോതി ജാഗ്വതി സംസ്ഥാൻ സ്ഥാപകൻ അശുതോഷ് മഹാരാജ് ഇന്നും ജീവനോടെയുണ്ടെന്ന വിശ്വാസത്തിൽ ഇപ്പോഴും അയാളുടെ ശവശരീരം ജലന്ധറിലെ ആശ്രമത്തിലെ ഫ്രീസറിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്ന് മകൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുയായികൾ അതിന് സമ്മതിക്കുന്നില്ല. ഒടുവിൽ കോടതിയും അനുയായികളുടെ ആവശ്യം അംഗീകരിച്ചു. ഇതോടെ 11 വർഷമായി മൃതദേഹം ഫ്രീസറിൽ തന്നെയായി. അശുതോഷ് മഹാരാജ് 2014 ജനുവരിയിലാണ് മരിച്ചത്. എന്താണ് മരണകാരണമെന്ന് ഇന്നും വ്യക്തമല്ല. ഹൃദയാഘാതമാവാം മരണകാരണമെന്നാണ് സംശയം. എന്നാൽ മൃതദേഹം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. അശുതോഷ് മഹാരാജ് മരിച്ചിട്ടില്ലെന്നും ഒരു ദിവസം ജീവിതത്തിലേക്ക് മടങ്ങുമെന്നാണ് അനുയായികളുടെ ഉറച്ച വിശ്വാസം. അശുതോഷ് മഹാരാജിന്റെ മകനാണ് എന്നവകാശപ്പെടുന്ന ദിലീപ് കുമാറും അശുതോഷിന്റെ ശിഷ്യരും തമ്മിൽ നിയമപോരാട്ടം തുടരുകയാണ്. അശുതോഷിന്റെ ഭൗതികദേഹം ദഹിപ്പിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് കുമാർ കോടതിയെ സമീപിച്ചു. എന്നാൽ അദ്ദേഹം സമാധിയിലാണെന്നും അതുകൊണ്ട് ശരീരം ഫ്രീസറിൽ സൂക്ഷിക്കാൻ അനുവദിക്കണമെന്നും അനുയായികൾ കോടതിയോട് അപേക്ഷിച്ചു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി 2017 അനുയായികളുടെ ആവശ്യം അംഗീകരിക്കുകയും ദിലീപ് കുമാർ ഹദയുടെ ഹർജി തള്ളുകയും ചെയ്തു. വൈദ്യശാസ്ത്രപരമായി അശുതോഷ് മഹാരാജ് മരിച്ചെന്നും മൃതദേഹം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അനുയായികളാണെന്നും പഞ്ചാബ് ഗവൺമെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഹർജി തള്ളിയതെന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന റീത കോഹ്ലി പറഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും തുടർന്ന് സമാധിയിരുത്തിയതാണെന്നുമാണ് ഭാര്യയുടെയും മക്കളുടെയും അവകാശവാദം. എന്നാൽ പഞ്ചാബിലെ സംഭവം ഇതിലും കൗതുകകരമാണ്. എന്തായാലും ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാനുള്ള തീരുമാനം കനത്ത പ്രതിഷേധം മൂലം ഉദ്യോഗസ്ഥർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഇന്ന് പുതിയ തീയതി തീരുമാനിക്കും. സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി പോലീസിനോടും ക്രൈംബ്രാഞ്ചിനോടും കൂടി സംസാരിച്ച ശേഷമാകും ഇനി തീയതി നിശ്ചയിക്കുക. ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത് മരണശേഷമോ അതോ ജീവനോടെയാണോ എന്നതടക്കമുള്ള വിഷയങ്ങളാണ് അറിയേണ്ടത്. പലരും വിഷയം മതപരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ നിയമവശങ്ങൾ കുടുംബത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് കൂടി വന്നതിന് ശേഷമാകും തീരുമാനമെടുക്കുക. ഏതൊരു സ്ഥലത്തും അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇവിടെയും എടുത്തിട്ടുള്ളതെന്ന് സബ് കളക്ടർ ഇന്നലെ പറഞ്ഞിരുന്നു.